ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ മന്ത് ഡൽഹി മണാലി പോയായിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ എങ്ങനെ പോയി, എവിടെയൊക്കെ പോയി, പിന്നെ അവിടുത്തെ സ്റ്റേയുടെ എക്സ്പെൻസ് കാര്യങ്ങൾ, നമ്മൾ ട്രെയിനിൽ പോയതിൻ്റെ റേറ്റ്, അതൊക്കെ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 19-നായിരുന്നു. ഇവിടുന്ന് കൊച്ചി വേളി ടു ഹസ്രത്ത് നിസാമുദ്ദീൻ ട്രെയിനിലാണ് നമ്മൾ പോയത്. ട്രെയിനിന്റെ ടൈം 9 മണിക്കായിരുന്നു, രാവിലെ 9 മണിക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഊബറിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ടൈമിങ്ങൊക്കെ കറക്റ്റ് ആയിരുന്നു. ട്രെയിനിൽ കയറി. ട്രെയിൻ വന്നത് യോഗനാഗിരി ഋഷികേശ്, ആ ട്രെയിനിലായിരുന്നു നമ്മൾ പോയത്. അപ്പൊ 2 days നമ്മൾ ട്രെയിനിൽ തന്നെയായിരുന്നു. അപ്പൊ ഫുഡൊക്കെ നമ്മള് സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്ത് കഴിച്ചായിരുന്നു. പിന്നെ നമ്മൾ തന്നെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി, ബ്രെഡ് അങ്ങനത്തെ. ഇപ്പൊ സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യുമ്പോൾ ഇപ്പൊ ഏതെങ്കിലും സ്റ്റേഷനിൽ അവിടെ എത്താറാകുമ്പോൾ ഓർഡർ ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് അവര് കൊണ്ടുതരും. സ്റ്റേഷനിൽ എത്തുമ്പോൾ അവര് ട്രെയിനകത്ത് തന്നെ കൊണ്ടുതരും. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു. ട്രെയിന് നല്ല ട്രെയിനായിരുന്നു. നല്ല വൃത്തി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്പറൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ അവർ വന്നപ്പോഴേ ക്ലെയിം ചെയ്യും. അപ്പൊ നമ്മള് അവിടെ എത്തിയത് 21 ഡിസംബർ രാവിലെ 6:30 ഹസ്രത്ത് നിസാമുദ്ദീനിൽ എത്തിയായിരുന്നു. അപ്പോ നമ്മള് 3 പേരാണ് പോയത്. അതായത് ഞാന്, എന്റെ ഹസ്ബൻഡ്, പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ കസിൻ. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ കസിന് അവിടെ ഡൽഹി ഹരിയാനയിലാണ് ജോബ്. അപ്പൊ അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോ അവൻ നമ്മളെ ഒന്ന് പിക്ക് ചെയ്തായിരുന്നു. അവൻ അവിടെ അവന്റെ മാനേജറിന്റെ കാറായിരുന്നു. അപ്പൊ അവൻ കാർ എടുത്തിട്ടും നമ്മൾ ബുക്ക് ചെയ്തു. നമ്മള് നേരെ റൂമിലാ പോയത്. എയർപോർട്ടിന്റെ അടുത്ത് നമ്മൾ റൂം ബുക്ക് ചെയ്തായിരുന്നു. അപ്പൊ എന്റെ കയ്യിൽ നോട്ടൊക്കെ ഉണ്ട്, ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് റൂമിൽ നിന്നത്, റൂമിന്റെ റേറ്റ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മള് ഡൽഹിയിലെ എയർപോർട്ടിന്റെ അടുത്ത റൂമില് 1 day ആയിരുന്നു. അപ്പൊ അവിടത്തെ റേറ്റ് വരുന്നത് 2000 ആയിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് നേരെ കുത്തബ് മിനാറിലാണ് പോയത്. അവിടെ നമ്മൾ കുത്തബ് മിനാറിലൊക്കെ പോയപ്പോ ഓൺലൈൻ ടിക്കറ്റ് ആയിരുന്നു. അങ്ങനെ അവിടെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലോട്ടസ് ടെമ്പിളിൽ പോയി. ലോട്ടസ് ടെമ്പിളിൽ ഫ്രീ എൻട്രി ആയിരുന്നു. പക്ഷെ ലോട്ടസ് ടെമ്പിളിനകത്ത് കയറിയില്ല, തിരക്കായിരുന്നു അവിടെ നല്ല. അപ്പൊ ലോട്ടസ് ടെമ്പിൾ എല്ലാം കണ്ടിട്ട് നമ്മള് പോയത് ജമാ മസ്ജിദ് സ്ട്രീറ്റിലായിരുന്നു. അവിടെ അത്യാവശ്യം എല്ലാ ഫുഡും എക്സ്പ്ലോർ ചെയ്തു. അത്യാവശ്യം എല്ലാ ഫുഡും, അസ്ലം ബട്ടർ ചിക്കൻ, പിന്നെ കബാബ്, അങ്ങനത്തെ എല്ലാം നമ്മൾ ട്രൈ ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നല്ല തിരക്കായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയത് റെഡ് ഫോർട്ടിലായിരുന്നു. വൈകിട്ട് സന്ധ്യക്കാണ് റെഡ് ഫോർട്ടിൽ പോയത്. റെഡ് ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ രാത്രിയൊക്കെ ആയപ്പോ പോയത് ഇന്ത്യ ഗേറ്റിലായിരുന്നു. നമ്മള് ഇന്ത്യ ഗേറ്റൊക്കെ കണ്ടിട്ട് നേരെ പോയത് ഡൽഹിയിൽ തന്നെ ടിബറ്റൻ മാർക്കറ്റ് ഉണ്ട്, അങ്ങോട്ടാ പോയത്. അവിടെ തന്നെ അവരുടെ ഒരു മൊണാസ്ട്രി ഉണ്ട്. പിന്നെ അവിടെ മെയിൻ ആയിട്ട് വരുന്നത് കുറെ കഫേസ്, റെസ്റ്റോറൻറ്റ്സ്, അതൊക്കെയായിരുന്നു. അപ്പൊ നമ്മള് അവിടെയൊക്കെ കറങ്ങിയിട്ട് രാത്രി അവിടെ നിന്ന് ഡിന്നർ കഴിച്ചിട്ട് നേരെ നമ്മുടെ റൂമിലാണ് വന്നത്. എന്നിട്ട് അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 3 മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ആഗ്രയിൽ പോയി താജ്മഹലാണ്. അപ്പൊ നമ്മൾ താജ്മഹലില് 7 മണിയാറപ്പോ എത്തി. താജ്മഹല് അത്ര നന്നായിട്ട് കാണാൻ പറ്റിയില്ലായിരുന്നു. ഫോഗ് കാരണം, ഫോഗ് എന്ന് പറയുമ്പോൾ അവിടുത്തെ എയർ പൊല്യൂഷൻ. പിന്നെ താജ്മഹലിനകത്ത് കയറി. അത് താജ്മഹലിൽ നമ്മൾ ടിക്കറ്റ് ഓൾറെഡി ഓൺലൈൻ വഴി ബുക്ക് ചെയ്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ ആഗ്ര ഫോർട്ട് കാണാനാ പോയത്. പിന്നെ ലഞ്ച് കഴിച്ചിട്ട് വൈകിട്ട് നമ്മൾ 7 മണിക്ക് കാശ്മീരി ഗേറ്റിൽ പോയി ഡൽഹി മണാലി ബസ് കയറി മണാലിയിലേക്ക് പോയി. അപ്പൊ ബസ് ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത് 2600 3 പേർക്ക്. നമ്മള് ഗോയി ബി വഴിയാ ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ പോണതിന്റെ അന്ന് രാവിലെ ബുക്ക് ചെയ്ത്. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് 7 o'clock 7 o'clock ആയപ്പോ മണാലി എത്തിയത്. എന്നിട്ട് നമ്മള് മണാലി എത്തിയിട്ട് ബൈക്ക് റെന്റ് എടുക്കാനാ പോയത്. അവിടെ നിന്ന് അടുത്ത് തന്നെയായിരുന്നു. അപ്പൊ നടന്നാ പോയത്. എന്നിട്ട് ബൈക്ക് എടുത്തിട്ട് നമ്മൾ മണാലി സ്റ്റേ പോയി. അത് നെക്സ്റ്റ് ഡേ ആയിരുന്നു. അവിടുത്തെ റേറ്റ് 2500 ആയിരുന്നു. അവിടുത്തെ 2500 ആയിരുന്നു.
അവിടെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, ബ്രെഡ് ഓംലെറ്റ് ആയിരുന്നു. അപ്പൊ നമ്മള് അവിടെ പോയി ഫ്രഷ് ആയി ഫുഡ് കഴിച്ചിട്ട് ജോഗിനി വാട്ടർഫോൾസിൽ പോകാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. അവിടുത്തെ ടെമ്പറേച്ചർ 0 ഡിഗ്രി ആയിരുന്നു. -1 ആണോ, -1 എന്നിട്ട് നമ്മൾ നേരെ ജോഗിനി വാട്ടർഫോൾസിലാണ് പോയത്. ട്രക്ക് ചെയ്ത് മലയുടെ മണ്ടയിൽ കയറി വാട്ടർഫോൾസ് ഒക്കെ കണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മുകളിൽ കയറി പോവാൻ. പിന്നെ നമ്മൾ അവിടെ എത്തുമ്പം ആ വാട്ടർഫോൾസ് ഒക്കെ കാണുമ്പം കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങി താഴെ വന്നിട്ട്, താഴെയെല്ലാം ബൈക്ക് വെച്ചിരുന്നത്, താഴെ വന്ന് ബൈക്ക് എടുത്ത് നെക്സ്റ്റ് സ്ഥലത്ത് പോയി. അത് ഹഡിംബ ടെമ്പിളിൽ പോയായിരുന്നു. അവിടെ മെയിൻ ആയിട്ട് ടെമ്പിൾ ആണല്ലോ. അതെല്ലാം കണ്ടിട്ട് അവിടെ തന്നെ നമ്മുടെ മറ്റേ വേഷമൊക്കെ ഇട്ട് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. മണാലി വ്ളോഗിൽ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ മൊയലിനെയൊക്കെ കൊണ്ടുപോയി തരും. മൊയലിനൊക്കെ 30 രൂപ എന്തോന്ന് വാങ്ങിച്ചത്. പിന്നെ ആ ഡ്രസ്സിന്റെ 140 രൂപ. അപ്പൊ അവരായിട്ട് ബാർഗെയിൻ ചെയ്ത് അവര് കുറയ്ക്കും. നമ്മള് ബാർഗെയിൻ ചെയ്ത് തന്നെ കുറച്ച്. എന്നിട്ട് അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ റൂം ചെക്ക്ഔട്ട് ചെയ്തിട്ട് രാവിലെ ഫുഡ് കഴിച്ചിട്ട് ടിബറ്റൻ മാസ്റ്റർ ചെയ്യാനാണ് പോയത്. അപ്പൊ അവിടെ എൻട്രി ഫീ ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ കണ്ടിട്ട് നമ്മൾ പോയത് വശിഷ്ഠ ടെമ്പിൾ. അവിടെ ഹോട്ട് സ്പ്രിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് വേണമെങ്കിൽ ഇവിടെ പോയി കുളിക്കാൻ. അപ്പൊ അവിടെ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല. ഫീമെയിലിന് വേറെ സെക്ഷൻ, മെയിലിന് വേറെ സെക്ഷൻ. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ടിട്ട് നേരെ പോയത് സൊലാംഗിൽ സ്റ്റേയിലാണ്. സൊലാംഗില് സൊലാംഗില് -7 ആയിരുന്നോ? ടെമ്പറേച്ചർ -7 ആയിരുന്നു. സൊലാംഗി നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് നേരെ ഓഫ് റോഡ് ആയിരുന്നു. നമ്മള് ശ്രീ അഞ്ചാൻ മഹാദേവ് മന്ദിർ കാണാൻ വേണ്ടി അവിടെ അപ്പൊ പോകാൻ വേണ്ടി ഓഫ് റോഡാണ്. നമ്മുടെ ബൈക്കിലല്ലേ പോയത്. അപ്പൊ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ ബൈക്കിലൊന്നും പോകാൻ പറ്റില്ല, ഓഫ് റോഡ് ആയതുകൊണ്ട്. അവരുടെ ബഗ്ഗി ഉണ്ട്, 2000 റുപ്പീസ് ആയിരുന്നത്. അപ്പൊ നമ്മുടെ ബൈക്കിൽ തന്നെ പോവാന്ന് പറഞ്ഞ് പോയി. അപ്പൊ കുറെ ആൾക്കാർ ബഗ്ഗിയിൽ പോയി, നടന്നു പോയി. നമ്മളും ബൈക്കിൽ തന്നെയാണ് പോയത്, പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ അവിടെ എത്തിയിട്ട് ബൈക്ക് താഴെ വെച്ചിട്ട് നമുക്ക് സ്റ്റെപ്സ് കയറി വേണം ആ മന്ദിർ കാണാൻ പോകേണ്ടത്. അങ്ങനെ സ്റ്റെപ്സ് എല്ലാം കയറി പോയി കണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ എത്തിയത് 5:30 ആണെന്ന് തോന്നുന്നു. 5:30 ഒക്കെ ആകുമ്പോഴേ അവിടെ നല്ല ഇരുട്ടാവും. അപ്പൊ അവിടെ നമുക്ക് നേരെ കാണാൻ പറ്റില്ലായിരുന്നേ. എന്ന് വെച്ചാൽ ഒരു വാട്ടർഫോൾസ്, താഴെ ഒരു ശിവലിംഗം, അതിന്റെ മണ്ടയിലാണ് വാട്ടർഫോൾസ്. അപ്പൊ അവിടെ ഫുൾ നല്ല ഇത്രയും ടെമ്പറേച്ചർ -7 ഒക്കെ ആയിട്ട് ഐസ്, സ്നോ അല്ല, ഐസ് ആയിട്ട് കിടക്കും, ഫ്രോസൺ ആയിട്ട് കിടക്കുന്നു. അങ്ങനെ അതും കണ്ടിട്ട് നമ്മള് രാത്രിയായി എപ്പോഴും അവിടെ നിന്ന് ഇറങ്ങിയപ്പോ. തിരിച്ചും ബൈക്ക് എടുത്ത് ഓഫ് റോഡ് വഴിയല്ലേ ഇറങ്ങിയത്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഒരു കഫേയില്. എന്നിട്ട് സ്റ്റേയിൽ വന്ന് കിടന്നു. അപ്പൊ നെക്സ്റ്റ് ഡേ സൊലാങ് സ്റ്റേയിൽ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഹീലോങ്ങിലാ പോയത്. അപ്പൊ നമ്മൾ അഠാൽറ്റാനൽ വഴിയാണ് പോയത്. എന്നിട്ട് നമ്മൾ റൊട്ടാങ് വണ്ടി വിടണ വരെ പോയി, പിന്നെ കോക്സാർ അങ്ങനെ പോയി. എന്നിട്ട് തിരിച്ച് നമ്മൾ കീലോങ്ങിലെ സ്റ്റേയിൽ വന്നു. നമ്മുടെ സ്റ്റേ യൊലപ്പ ഹോം സ്റ്റേ ആയിരുന്നു. ആ സ്റ്റേ നല്ല അടിപൊളിയായിരുന്നു, സൂപ്പർ ഹോം സ്റ്റേ. അപ്പൊ അവിടെ നമ്മൾ ചെന്നപ്പോ വലിയ ഗസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നോ. അപ്പോഴ് അവിടുത്തെ ആൾക്കാർ, ഓണേഴ്സ് രണ്ടുപേരും നല്ല കമ്പനിയാ, പാവങ്ങളാവേ, പെട്ടെന്ന് കമ്പനി ആവുന്ന ടൈപ്പാ. അങ്ങനെ അവിടെ പോയി നമ്മുടെ റൂം ചെക്ക് ഇൻ ചെയ്തായിരുന്നു. റൂമൊക്കെ നല്ല നല്ല റൂം, ഒരു വെറൈറ്റി റൂമാണ്. അപ്പൊ ഞാൻ അത് വീഡിയോ ഷോർട്സിലും ഇട്ടിട്ടുണ്ട്, അല്ലാതെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കയറി നോക്കണേ. അങ്ങനെ നമ്മൾ അവിടെ ചെക്ക് ഇൻ ചെയ്ത് ബാഗെല്ലാം വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ജിസ്പ ആ റൂട്ട് വഴിയാ പിന്നെ പോയത്. നമ്മള് ദീപക് താല് പോണായിരുന്നു. അങ്ങനെ അങ്ങനെ വിചാരിച്ച ഇറങ്ങിയത് ജിസ്പ വഴിയാ പോയത്. അപ്പൊ അവിടെ അവിടെ എത്തിയപ്പോഴത്തേക്കും അവര് പറഞ്ഞ അങ്ങോട്ട് വിടില്ല, സ്ട്രൈറ്റ് സിമ്പിളാണ്, റൈറ്റ് ആണ് ദീപക് താല് വരുന്നത്. ദീപക് താല് ലേ ലഡാക്ക് റോഡൊക്കെ റൈറ്റ് ആണ്. അപ്പൊ അങ്ങോട്ട് വിടൂലെന്ന് പറഞ്ഞു. കാര്യം അവിടേക്ക് മുകളിലോട്ട് സ്നോ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വിടൂലെന്ന് പറഞ്ഞു, ബൈക്കൊന്നും പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് പിന്നെ പോകാൻ പറ്റിയില്ല, തിരിച്ചു വന്ന് സ്റ്റേയിൽ തന്നെ വന്നു. സ്റ്റേയിലെത്തിയപ്പോ രാത്രിയായിരുന്നു. പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ച് നമ്മൾ നേരത്തെ അടുത്ത് പറയാം, പ്രീ ഓർഡർ ചെയ്യണം. അവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ, അവിടെ അടുത്ത് വേറെ കടയൊന്നുമില്ല. അപ്പൊ സ്റ്റേയിൽ തന്നെ ഫുഡ് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടുത്തെ പറഞ്ഞു വെച്ചിരുന്നത് ചപ്പാത്തി, ചിക്കൻ കറി, മട്ടൺ സൂപ്പ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ചപ്പാത്തി ചിക്കൻ കറി കൊള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ അവിടെ കിടന്നു. വന്നിട്ട് നെക്സ്റ്റ് ഡേ നമ്മള് 4x4 എടുത്ത് ഇവിടെ ചിംഗ്ല ടോപ്പിൽ പോയായിരുന്നു. അപ്പൊ അവിടെ പോയാലേ നമുക്ക് സ്നോ കാണാൻ പറ്റുള്ളൂ. നമ്മള് ഡിസംബർ ടൈമിലാണ് പോയെങ്കിലും മണാലിയിലൊന്നും സ്നോ ഇല്ലായിരുന്നു. അപ്പൊ സ്നോ കാണാൻ വേണ്ടി പോയിട്ട് കാണാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ഷിംഗ്ല ടോപ്പിൽ പോകാൻ വിചാരിച്ചു. അങ്ങനെ 4x4 എടുത്ത് നമ്മൾ ഷിംഗ്ല ടോപ്പിൽ പോയി. അന്ന് 4x4 5,000 റുപ്പീസ് ആയിരുന്നു. അപ്പൊ മുകളില് അങ്ങെത്തി സ്നോ ഒക്കെ കണ്ട് നമ്മള് സ്നോ ഒക്കെ വാരിക്കളിച്ച് കൊള്ളായിരുന്നു. അവിടെ ആ ഒരു സൈഡ് എത്തുമ്പോൾ ഫുൾ സ്നോ ആണ്, ഫുൾ സ്നോഫോൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. അങ്ങനെ ഫസ്റ്റ് സ്നോഫോൾ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളെ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ്
തിരിച്ച് യൊലപ്പ സ്റ്റേയിൽ വന്ന് നമ്മുടെ ബാഗൊക്കെ എടുത്ത് തിരിച്ച് നമ്മൾ സിസൂല വന്നത്. സിസൂല് സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പൊ സിസൂല് വന്നപ്പോ അവിടത്തെക്കാളും തണുപ്പ് കുറവായിരുന്നു. കീലോങ്ങില് നല്ല തണുപ്പുണ്ടായിരുന്നു. -12 -13 ഉണ്ടായിരുന്നു. ചിങ്കുളയിലെ മുകളിലോട്ടൊക്കെ നല്ല തണുപ്പായിരുന്നു. -20 -25 വരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സിസൂലിലെ റൂം റെന്റ് വന്നത് 2800 ആയിരുന്നു. അപ്പൊ നമ്മള് സിസൂലിൽ നിന്ന് അടുത്ത ദിവസം ചെക്ക് ഔട്ട് ചെയ്തിട്ട് നേരെ കസോൾ തോഷിലാണ് പോയത്. നമ്മുടെ സിസൂലിൽ നിന്ന് കസോളിൽ എത്താൻ 4 hours ഉണ്ട്. 4 hours ആണ് എടുക്കുന്നത് ടൈം. അപ്പൊ നമ്മള് പോണ വഴിയൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഈ കസോൾ എത്തിയപ്പോ നല്ല ബ്ലോക്ക് ആയിരുന്നു. നമ്മള് 4 hours എത്തേണ്ട നമ്മള് 6 hours കഴിഞ്ഞൊക്കെ എത്തിയത്. കാര്യം കസോളില് മണികരൻ ടെമ്പിൾ അത് ഫേമസ് ടെമ്പിൾ ആണ്. ആ ടെമ്പിളില് പോണ ആൾക്കാർ പോണോണ്ട് ഭയങ്കര ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ ബൈക്കിൽ പോലും നമുക്ക് നേരെ പോകാൻ പറ്റിയില്ല. പിന്നെ ഒരു 8:30 കഴിഞ്ഞു നമ്മള് തോഷയ്ക്ക് എത്തിയപ്പോ. സിസൂന്ന് ഇറങ്ങിയത് 2 o'clock ആണ്. ഉച്ചയ്ക്കാണ് നമ്മൾ ഇറങ്ങിയത്. 4 hours ആ മാപ്പിൽ കാണിച്ചത്. പക്ഷെ നമ്മൾ തോഷിന്റെ സ്റ്റേയിലെത്തിയപ്പോ 8:30 കഴിഞ്ഞു. തോഷിന്റെ സ്റ്റേ മലയുടെ മുകളിലാണ്. അവിടെ ഫുൾ ട്രെക്കിങ് കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ബൈക്ക് താഴെ വെച്ചിട്ട് ബാഗുമായിട്ട് മുകളിൽ കയറി പോണം. മുകളിൽ പോയി തോഷ റൂമിലെത്തി. അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചായിരുന്നു. നമ്മളല്ലാതെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചില്ല. അവിടെ നിന്ന് നൂഡിൽസാ കഴിച്ചത്. എന്നിട്ട് അവിടെ കിടന്നിട്ട് നെക്സ്റ്റ് ഡേ ഇവിടെ 2 days തോഷിലുണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഡേ അവിടുത്തെ വാട്ടർഫോൾസിൽ പോയി. തോഷ് വാട്ടർഫോൾസ് ഉണ്ട്. പിന്നെ കുറ്റ്ല അങ്ങോട്ട് പോയായിരുന്നു. അത് ട്രക്ക് ചെയ്ത് വേണം പോവാൻ. അപ്പൊ നമ്മൾ അങ്ങോട്ടൊക്കെ പോയി. എന്നിട്ട് കുട്ട്ല അങ്ങ് പോയില്ല. കുട്ട്ല പകുതി വരെ കയറിയിട്ട് തിരിച്ചു വന്നു. അങ്ങനെ നമ്മൾ വാട്ടർഫോൾസ് എല്ലാം കണ്ട് തിരിച്ച് റൂമിൽ വന്നു. അപ്പോഴ് തോഷ് നമ്മൾ 2 days നിന്നതിന്റെ റെന്റ് 4000 rupees ആയിരുന്നു. 4000 rupees ആയിരുന്നു. കസോളിലായിരുന്നു നമ്മൾ ലാസ്റ്റ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയായിരുന്നു. അപ്പൊ നമുക്ക് രാത്രി 7 or 7:30 ആയിരുന്നു ബസ്. മണാലി ടു ഡൽഹി ബസ്. അപ്പം നമ്മള് ബസ്സിൽ കയറി നെക്സ്റ്റ് ഡേ മോർണിംഗ് ഡൽഹിയിലെത്തി. നെക്സ്റ്റ് ഡേ മോർണിംഗ് 6 o'clock ഒക്കെ ആയപ്പോ അവിടെ എത്തി. അപ്പൊ വീണ്ടും നമ്മൾ എയർപോർട്ടിന്റെ അടുത്ത് തന്നെ ഹവർലി സ്റ്റേ എടുത്തായിരുന്നു. അത് വരുന്നത് 800 rupees ആയിരുന്നു നമ്മൾ രണ്ടുപേർക്കും. അപ്പൊ അവിടെ 4 മണി വരെ അവിടെ നിന്നിട്ട് നമ്മൾ തിരിച്ച് ഫ്ലൈറ്റിലാണ് വന്നത്. അപ്പോഴ് എയർപോർട്ടിന്റെ അടുത്തായിരുന്നല്ലോ റൂം. പിന്നെ ഊബറിന്റെ നമ്മള് എയർപോർട്ടിൽ പോയായിരുന്നു. അപ്പൊ ഫ്ലൈറ്റ് നമ്മൾ ഇൻഡിഗോ ആയിരുന്നു ബുക്ക് ചെയ്തത്. അപ്പൊ ഗൈസ് ഫ്ലൈറ്റിലെ റേറ്റ് 20,800 ആയിരുന്നു നമുക്ക് രണ്ടുപേർക്കും. അപ്പൊ ഫ്ലൈറ്റ് നമുക്ക് 9:30 ആയിരുന്നു. നമ്മള് 5 o'clock ഒക്കെ ആയപ്പോ എയർപോർട്ടിലെത്തി ചെക്കിനൊക്കെ ചെയ്തിട്ട് 9:30 ഫ്ലൈറ്റിലേക്ക് കയറി നമ്മൾ ട്രിവാൻഡ്രത്ത് 12:30 കഴിഞ്ഞ് എത്തിയായിരുന്നു. അപ്പോൾ ഗൈസ് എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ നെക്സ്റ്റ് വീഡിയോ